എവിടേക്ക് നേരത്തെ ഇറങ്ങണമെന്ന് വിചാരിച്ചാൽ അവിടേക്ക് ഏറ്റവും നേരം വൈകി പോക്കാട്ടോ ഞങ്ങളുടെ പതിവ് രീതി. ഇന്നിതാ കുട്ടേട്ടൻ്റെ അർച്ചനയും വീട്ടിലെ കുടിയിരിക്കലാട്ടോ. ഞങ്ങളുടെ അവിടെ കുടിയിരിക്കുക, കൊറ്റൂസ അങ്ങനെയൊക്കെ കേട്ടോ പറയുക. പിന്നെ ഞങ്ങൾ ഒരുപാട് നേരം വൈകി വന്നുകൊണ്ട് തന്നെ ഞങ്ങൾ പിന്നെ ലാസ്റ്റ് കൂട്ടുകാരൊപ്പം കുറേ ഫോട്ടോ ഒക്കെ എടുക്കാൻ പോയിട്ടോ. പിന്നെ അതിൻ്റെ എല്ലാം ഭക്ഷണം കഴിക്കാൻ ഞങ്ങൾ ഇറങ്ങിയിട്ടോ. ബിരിയാണി എന്ന് കേട്ടപ്പോൾ തന്നെ ഞാൻ ഒരുപാട് ഹാപ്പി ആയിരുന്നു കേട്ടോ. എനിക്ക് സദ്യയും കാട്ടിയൊക്കെ കൂടുതൽ ഇഷ്ടം ബിരിയാണിയോടാട്ടോ. പിന്നെ അത് അവൾ അച്ഛമ്മോടൊപ്പം പോകണമെന്ന് പറഞ്ഞിട്ട് നിതാരക്കുട്ടി നേരെ അച്ഛമ്മോടൊപ്പം പോയിട്ടോ. പിന്നെ അതിൻ്റെ എല്ലാം അനിയനൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവനോടൊക്കെ ഒരുപാട് വർത്തമാനം പറഞ്ഞു കേട്ടോ. ഇതിൻ്റെ ഇടയിൽ ഞങ്ങൾ മൂന്നാളും ഡ്രസ്സ് മാറാൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാനാണെങ്കിൽ ഡ്രസ്സൊന്നും കൊണ്ടുവരാത്തതുകൊണ്ട് ധന്യേച്ചിയുടെ ഡ്രസ്സ് കഷ്ടപ്പെട്ടിട്ടതാ കുത്തിക്കയറ്റിയിട്ടോ ഇരിക്കുന്നത്. പിന്നെ ഞങ്ങളിതാ വീടിൻ്റെ വീഡിയോ എടുക്കണം എന്നൊക്കെ വിചാരിച്ചപ്പോൾ എല്ലാവരും കെടുക്കായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ നേരെ എൻ്റെ വീട് പണി നടക്കണോടത്തേക്ക് കേട്ടോ ചെന്നിട്ടുണ്ടായിരുന്നു. ഇവർ രണ്ടാളും ആദ്യമായിട്ടോ വരുന്നത്. ആർഷയ്ക്ക് വരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ, ഒരുപാട് പണിത്തിരക്കുള്ളതുകൊണ്ട്. പിന്നെ ഇതാ ആദ്യമായിട്ട് കോടി കഴിക്കണ ചക്ക ആയതുകൊണ്ട് വലിയ ബിൽഡപ്പിലാട്ടോ ബിജോട്ടത് മുറിക്കലൊക്കെ ചെയ്യുന്നത്. അതിൻ്റെ ഇടയിൽ ശ്രീകുട്ടിനോട് ചോദിക്കണം കേട്ടോ മുറിക്കട്ടെ എന്നൊക്കെ. പിന്നെ ഞങ്ങൾ നേരെ ഞാനും നിതാരക്കുട്ടിയും കൂടി ചെറിയമ്മയുടെ വീട്ടിൽ കേട്ടോ വന്നിട്ടുണ്ടായിരുന്നു. ചെറിയമ്മയും ചെറിയച്ഛനും വീട്ടിലേക്ക് അവിടെ ഒരുപാട് ചെടികൾ ഉണ്ടായിരുന്നു കേട്ടോ. ഇതൊക്കെ അനിയത്തിയുടെ കലാവിരുതാണ് കേട്ടോ. ഭയങ്കര നന്നായിട്ട് വരയ്ക്കുകയൊക്കെ ചെയ്യും കേട്ടോ അനിയത്തിയും അനിയനൊക്കെ കൂടിയിട്ട്. പിന്നെ അത് ഒരുപാട് ചെടിയൊക്കെ കണ്ടപ്പോൾ അത് അടിച്ച് മാറ്റി കൊണ്ടുപോയാലോന്ന് വരെ തോന്നി കേട്ടോ. എനിക്കാണെങ്കിൽ ഭയങ്കര ഇഷ്ടം കേട്ടോ ചെടികളൊക്കെ. പിന്നെ ഞങ്ങളത് വീണ്ടും അർഷയുടെ വീട്ടിലേക്ക് വന്നു കേട്ടോ. അർഷയുടെ ചേച്ചിമാരടക്കം പോകാൻ തയ്യാറെടുത്തിട്ട് പോലും ഞങ്ങളതാ ഇറങ്ങാൻ തയ്യാറേ ആയിരുന്നില്ല കേട്ടോ. നിതാരക്കുട്ടി ശ്രീകുട്ടും ഭയങ്കര കമ്പനി ആയതുകൊണ്ട് തന്നെ അവർ ഭയങ്കര കളിയിലായിരുന്നു കേട്ടോ. പിന്നെ അതല്ല ഒരുവിധം എല്ലാവരും പോകൽ തുടങ്ങിയിട്ട് എന്നിട്ട് ഞങ്ങളിതാ പോകാൻ തയ്യാറേ ആയിരുന്നില്ല കേട്ടോ. പിന്നെ അത് ഗിഫ്റ്റുകളൊക്കെ ഇതാ നോക്കുകയായിരുന്നു കേട്ടോ. ഒരുപാട് ഗിഫ്റ്റുകൾ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ തുറന്ന് നോക്കാൻ പറ്റിയില്ല കേട്ടോ. അതിൻ്റെ ഇടയിൽ വീണ്ടും കുറേ ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങളത് അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് നേരെ ധന്യീശ്വര വീട്ടിലേക്ക് വന്നിട്ട് പിന്നെ എല്ലാവരും ഭയങ്കര കളിയായിരുന്നു കേട്ടോ. പോരാൻ തന്നെ തോന്നണില്ല കേട്ടോ. പിന്നെ ഞാൻ എൻ്റെ കെട്ടും കിടക്കൊക്കെ എടുത്ത് നേരെ വീട്ടിലേക്ക് കേട്ടോ പോകണം. അപ്പോൾ അത്രയുള്ള ഇന്നത്തെ വീഡിയോ.